ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ ഹരോ. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നുഗുരുവായൂരപ്പനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഇന്ന് ഗുരുഭവനപുരയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യദർശനം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള സാക്ഷാൽ പൊന്നുഗുരുവായൂരപ്പനെ കാണാനായിട്ട് എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം ഭഗവാനെ കാണാനായിട്ട് ഇന്ന് ഉച്ചപൂജ കളഭാലങ്കാരത്തിൽ എങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മൾ ഇന്ന് ചുറ്റമ്പലത്തിൻ്റെ അകത്തുകൂടെ ഭഗവാന്റെ ആ തിരുനടയിലൂടെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനുള്ള ആകാംക്ഷയോടുകൂടി ഇന്ന് എങ്ങനെയായിരിക്കുമെന്ന് രാവിലെ മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ മനോഹരമായ ഭാവം ഇന്ന് ഉണ്ണി ഏത് ഭാവത്തിലായിരിക്കും? പൊന്നോടക്കുഴലൂതി നിൽക്കുകയാണോ? വെണ്ണ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണോ? എന്താ പറയുക, ഗോവർദ്ധനഗിരി ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണോ? കാളിയൻ്റെ പുറത്തേറി നിൽക്കുന്ന ഭാവമാണ് എന്നൊക്കെ നമ്മൾ സംശയിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഓരോ ദിവസവും നമുക്ക് ഭഗവാന്റെ ദിവ്യമായ രൂപത്തെ പല ഭാവത്തിൽ ഇങ്ങനെ കാണാനായിട്ട് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പോവാം. ഭഗവാനെ കാണാം. പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ആ തിരുനടയിലേക്ക് നമ്മളിങ്ങനെ കിടക്കുകയാണല്ലേ. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ എത്തുകയാണ്. എൻ്റെ ശബ്ദത്തോടൊപ്പം എവിടെ ഇരുന്നാലും നിങ്ങൾ ഓരോരുത്തർക്കും ഭഗവാന്റെ ദിവ്യ ദർശനത്തിലേക്ക്, ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ആ തിരുസന്നിധിയിലേക്ക്, ആ തൃപ്പടിയുടെ അടുത്തേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോവാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭാവം എന്താണ്? പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് എങ്ങനെയാണ് ഭഗവാൻ ഇന്ന് നിൽക്കുന്നത്? സാക്ഷാൽ പൊന്നുഗുരുവായൂരപ്പൻ, വൈകുണ്ഠനാഥനായിട്ടുള്ള സാക്ഷാൽ പൊന്നു ഭഗവാൻ, പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള പൊന്നുഗുരുവായൂരപ്പൻ അതാ സാക്ഷാൽ നാരായണനായിട്ട്, സാക്ഷാൽ ഭഗവാനായിട്ട് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഭാവത്തിൽ നമ്മളിങ്ങനെ കാണുകയാണല്ലേ. അർജുനൻ എങ്ങനെയാണോ ഗീതോപദേശം നൽകിയത് അതേ ദിവ്യമായ ഭാവമാണ് ഇന്ന് ശ്രീലകത്ത് നമ്മൾ ഇന്ന് കാണുന്നത്. ഭഗവാന്റെ ഈ ദിവ്യരൂപത്തെ അർജുനൻ പകച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പകച്ചു നിൽക്കുകയാണ്. പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ വിശ്വരൂപത്തിൽ തൻ്റെ ആ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പൊന്നുഗുരുവായൂരപ്പൻ്റെ ആ ദിവ്യമായ ഭാവം എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവരിക. അർജുനൻ താഴെ നിൽക്കുന്നതായിട്ടും അതുപോലെ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഈ ദിവ്യരൂപം കാണാനായിട്ട് മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കുന്നതായിട്ടും, ആകാശം നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയായിട്ടുള്ള സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനെ നമ്മളിങ്ങനെ ദർശിക്കുകയാണ്, കാണുകയാണ്. അന്തം വിട്ട് നിന്നു പോവുകയാണ്, വണങ്ങുകയാണ്, പൊന്നു തൃപ്പാദങ്ങളിൽ വീഴുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭഗവാനെ ഇങ്ങനെ കാണാനായിട്ട് ഭാഗ്യം ശ്രദ്ധിച്ച നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ഗുരുഭവനപുരയിൽ, ആ സശാൽ ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുഭവനപുരയിൽ ഇന്ന് ഭഗവാൻ ഇങ്ങനെ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന ഭാവത്തെ കാണാനായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് സാധിച്ചതിൽ, ഭഗവാന്റെ ദിവ്യരൂപം ദർശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു. അതുപോലെ തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്ന പോലെ 3-4 വർഷമായിട്ട് ഉച്ചപൂജ അലങ്കാരം പറയുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഭഗവാന്റെ ഭക്ത എന്ന നിലയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഭഗവാന്റെ വിശ്വരൂപത്തെക്കുറിച്ച്, വിശ്വരൂപ അലങ്കാരം ഗുരുഭവനപുരയിൽ ഭഗവാന്റെ ശ്രീലകത്ത് ഇങ്ങനെ കാണാനായിട്ട് ഭാഗ്യം കിട്ടിയത്, പറയാനായിട്ടും ഭാഗ്യം കിട്ടിയത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്തൊരു അത്ഭുതമാണ്! അർജുനൻ എങ്ങനെയാണോ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പകച്ചു നിൽക്കുന്നത്, അതേപോലെ ഓരോരുത്തരും, നമ്മൾ ഓരോ മനുഷ്യരും ഈ ഒരു ഭാവത്തിൽ പകച്ചു നിൽക്കുന്ന, ഈ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ പകച്ചു പോകുന്ന നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഈ ദിവ്യ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എപ്പോഴും കൂടെയുണ്ട് എന്ന് പറഞ്ഞ്, എപ്പോഴും നമ്മളെ കൂട്ടായിട്ട് നമ്മുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അർജുനൻ എങ്ങനെയാണോ ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നത്, എന്നോടൊപ്പം ഉണ്ട്, തൻ്റെ കൂട്ടുകാരനായിട്ട്, തൻ്റെ സാരഥിയായിട്ട്, സാരഥിയായിട്ട് ഒക്കെ കണ്ണനുണ്ട് എന്ന് പറയുമ്പോൾ, ഈ യുദ്ധക്കളത്തിൽ വെച്ച് തളർന്നു പോകുന്ന സാക്ഷാൽ അർജുനനെ ഭഗവാൻ
ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും തളർന്നു പോകുന്ന നമ്മളുടെ അർജുനനെ പോലെ തളർന്നിരിക്കുന്ന ഘട്ടങ്ങൾ പല ഭാഗത്തും ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മളും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാൻ അവിടെ ആ വിശ്വരൂപ ദർശനത്തിൽ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, തൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്, തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ചിന്താമര പോലെ വിടർന്നു നിൽക്കുന്ന ആ ഭഗവാൻ അതാ ഇന്ന് വിശ്വരൂപ ദർശനത്തിലൂടെ നമ്മുടെ മനസ്സിന് സാന്ത്വനമേകിക്കൊണ്ട്, സന്തോഷമേകിക്കൊണ്ട്, സമാധാനം തന്നുകൊണ്ട്, ഇത് ഞാനാണ്, ഇത് കണ്ണനാണ്, ഇത് സശാൽ നാരായണനാണ്, സശാൽ ഭഗവാനാണ്, നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ തന്നെയാണ്, വിശ്വം എന്ന് പറയുന്നത് ഈ വിശ്വം എൻ്റേതാണ്. സശാൽ ഭഗവാൻ, ഈ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരുന്നു വിശ്വരൂപ ദർശനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് ഞാൻ തന്നെയാണ് എന്ന ആ എംപവർമെൻറ്റ്, എൻ്റെ ആ ശക്തി നമ്മുടെ ഉള്ളിലുള്ള സാക്ഷാത്കാരത്തിനായിട്ടുള്ള യാത്രയിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ ഭഗവാൻ നമ്മൾക്ക് കാണിച്ചു തരുന്നു. അർജുനൻ എങ്ങനെയാണോ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നിരുന്നത്, അതുപോലെ ജീവിതത്തിൽ ഒരിക്കലും തളരാതെ മുന്നോട്ട് തന്നെ പോവുക. ഇത് ജീവിതമാണ്, നിന്നോടൊപ്പം ഞാൻ തന്നെയാണുള്ളത്, നിന്റെ എല്ലാ സങ്കടത്തിലും, നിന്റെ എല്ലാ കഷ്ടപ്പാടിലും, ദുരിതത്തിലും എല്ലാം ഞാനുണ്ട് കൂടെ, കണ്ണനുണ്ട് കൂടെ, ചേർത്ത് പിടിക്കുന്നു നമ്മളെ. എന്താ പറയുക, സന്തോഷത്തോടു കൂടി നമ്മളെ കെട്ടിപ്പിടിക്കുന്നു. ഒരു കൂട്ടുകാരനെ പോലെ, സ്വന്തമെന്ന പോലെ. എല്ലാം കണ്ണനാണ്, സർവം കൃഷ്ണാർപ്പണമസ്തു. അങ്ങനെയുള്ള ഭഗവാനെ ഇന്ന് ശ്രീലകത്ത് കാണുകയാണ്. പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ നമ്മളോടൊപ്പം ഇങ്ങനെയൊരു ഭാവത്തിൽ ആ ശ്രീലകത്ത് ഇങ്ങനെ തിളങ്ങി വിളങ്ങി ആയിരുന്ന ഇത്തിരി വെട്ടത്തിൻ്റെയൊക്കെ തെളിച്ചത്തിൽ ഭഗവാൻ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്നു. അവിടെ ഭഗവാന്റെ ദിവ്യരൂപത്തെ നമ്മളിങ്ങനെ കാണുന്നു. അന്തം വിട്ടു പോകുന്നുണ്ട് എങ്കിലും മനസ്സിലാക്കുന്നു, സ്വയം നമ്മളിലേക്ക് ഭഗവാൻ ചുരുങ്ങി വരുന്നു. ആ താമരപ്പൂവതാ വിടർന്നു നിൽക്കുന്നു, മനസ്സിൽ ആ ചിന്താമര വിടരുന്നു, ചുണ്ടിൽ ആ പുഞ്ചിരിയും വിടരുന്നു, ആ കണ്ണുകളിലെ പ്രകാശം, ആ നീലമേഘം, ആ നീല നക്ഷത്രം, ആ നീലക്കല്ല് നമ്മളിലേക്ക് ചുരുങ്ങി വരുന്നു, നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. സശാൽ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാണ് സങ്കടം, എന്തിനാണ് ആശങ്ക, എന്തിനാണ് വിഷമിക്കുന്നത്? ഏത് ദുഃഖക്കയത്തിലായാലും ഭഗവാൻ കൂടെയില്ലേ? കണ്ണൻ കൂടെയുണ്ടേ എന്ന് എത്രയോ ആവർത്തി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സശാൽ ഭഗവാൻ തൻ്റെ ഒരു വിശ്വരൂപം തന്നെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പിന്നെ എന്തിനാ ഭയക്കുന്നത്? ആ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് സങ്കടം? ആ പൊന്നു തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കാം. ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതുകൊണ്ട്, ആ പാതാരവിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട്, എല്ലാം അറിയുന്നവനും എന്നെ അറിഞ്ഞവനും സൃഷ്ടാവുമായിട്ടുള്ള സശാൽ ഭഗവാനെ നമ്മൾ അറിയുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്ന് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യ ദർശനം കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും ഇങ്ങനെ എന്നിങ്ങനെ ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റിയ അവരുടെയൊക്കെ മനസ്സ് അതുപോലെ തന്നെ ഇതേ ദർശനം എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേൾക്കാൻ സാധിച്ചോ? ഭഗവാനെ കാണാൻ സാധിച്ചോ? എന്താണ് ആ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ എന്ത് സന്തോഷമാണ്! കൂടെ ആരുണ്ട് എന്ന ആ സ്നേഹമാണ്, ആ തണലാണ്, ആ ചേർത്ത് പിടിക്കലാണ് ജീവിതത്തിൽ നമുക്കും ഈ ഒരു നിമിഷത്തിൽ, ഈ ഉച്ചപൂജ അലങ്കാരത്തിൽ ഇത് പറയുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ആ അനുഭവം ഭഗവാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട്, മനസ്സിലേക്ക് എത്തുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നോടൊപ്പം ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന എൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം കാണാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാന്റെ അടുത്ത് താണു വണങ്ങിക്കൊണ്ട് തൊഴുതുകൊണ്ട് നമ്മളൊന്ന് തിരിയാണല്ലേ, ഭഗവാനെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട്
പുറത്തേക്ക് ഇറങ്ങുന്നു. അടക്കേ വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഭഗവാനെ കണ്ട സന്തോഷത്തിൽ വെറുതെ ഒന്ന് ആകാശത്തേക്ക് നോക്കുന്നു, മേലേക്ക് നോക്കുന്നു. അവിടെ നമുക്ക് കാണാം വിശ്വരൂപിയായിട്ടുള്ള സശാൽ പൊന്നു ഗുരുവായൂരപ്പനതാ ആകാശത്തിൻ്റെ മുകളിൽ ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചുകൊണ്ട് ആ ഗുരുഭവനപുരിയിൽ നിൽക്കുന്നതായിട്ട്, നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ട്, തൊട്ടനുഗ്രഹിക്കുന്നതായിട്ട് ഓരോരുത്തരുടെ മനസ്സിലേക്ക് സങ്കല്പിക്കാം. ഭഗവാനെ തൊട്ട് വണങ്ങിക്കൊണ്ട് ആ ഗുരുഭവനപുരിയിൽ നടക്കുമ്പോൾ ആ കാലിൽ പതിയുന്ന ആ മൺതരികൾ ഉണ്ടല്ലോ, നാരായണ നാമം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ചേരുന്ന ഓരോ മൺതരിയും ഭഗവാനാണ് എന്ന് സങ്കല്പിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓരോ ആലിലയും ഭഗവാന്റെ നാരായണ ഗീതം പാടുന്നതായിട്ടും സങ്കല്പിക്കാം. ഭഗവാനെ കണ്ടുകൊണ്ട് തണുത്തുകൊണ്ട് തിരിച്ചു പോരാം. ഹരേ നാരായണ ഹരേ നാരായണ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ ദിവ്യ ദർശനം കണ്ടിട്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് സദാസമയം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ രോഗികളായിട്ട് ഓരോ വീടുകളിൽ നമ്മുടെ അമ്മമാരും വയസ്സായ അച്ഛനും അമ്മയും ദുരിതം അനുഭവിക്കുന്ന ഒട്ടനവധി പേർ ആശുപത്രിയിലൊക്കെ ആയിട്ട് കഴിയുന്നുണ്ടല്ലേ. അവർക്കെല്ലാവർക്കും ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അതേ ശിവ അതേ ശിവ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം.